ഒരു പ്രധാന വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതത്തിന് നിഴലുണ്ടാവുമെന്നാണ് ചോദിച്ചത്. ആഹ്. ശരിയാണ്. ആ പടത്തിൽ പടം കണ്ടിട്ട് മനസ്സിലാവും. ജയറാം നടക്കുമ്പോൾ പല സ്ഥലത്തും നിഴല് നിഴല് കാണാം. പോലെ ഇങ്ങനെ നിഴലിങ്ങനെ വരുന്നത്. കാണാം. അപ്പോൾ ഡേ സീൻ ഒരുപാടുണ്ട്. ആഹ്. പലപ്പോഴും പടത്തിൽ പ്രേതങ്ങൾ വരാ, യക്ഷികൾ വരാന്ന് വെച്ചാൽ നൈറ്റ് സീനായിരിക്കും. നൈറ്റ് അതെ. നമുക്ക് നമ്മുടെ അങ്ങനെയല്ലല്ലോ. സങ്കല്പത്തിൽ 12 നമ്മളെ മണിക്ക് നൈറ്റ് 12 മണിക്ക് ശേഷം ശേഷമാണല്ലോ ഈ അതെ. പ്രേതം ഇറങ്ങുക. പക്ഷെ നമ്മളെ ആ സിനിമയിലെന്ന് വെച്ചാൽ പകലൊക്കെ ഇയാളും മുകേഷ് കൂടി ഇങ്ങനെ മുകേഷിന്റെ നടക്കുന്ന സീനുണ്ട്. വരുന്നത്. അപ്പോൾ അന്ന് ഈ സൺലൈറ്റ് കട്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗവുമില്ല. എങ്ങനെ ഓഹ്. സൺലൈറ്റ് ഇടും? ഇപ്പോൾ ക്യാമറാമാനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും എങ്ങനെ കട്ട് ചെയ്യും? സൺ നമ്മുടെ മേലെ നിൽക്കുകയാണ്. ആഹ്. എങ്ങനെയാലും കട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ഇന്നാണെങ്കിൽ വളരെ ഈസി അല്ലേ? കാരണം വെച്ചാൽ ഷാഡോ അങ്ങ് എറേസ് ചെയ്ത് കളഞ്ഞാൽ എറേസ് പോരെ. ചെയ്ത് കളയാം. ഗ്രാഫിക്സ് ഉണ്ട്, നമുക്ക് എറേസ് ചെയ്ത് കളഞ്ഞു അതെ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നായിരുന്നെങ്കിൽ ഞാൻ നിഴല് വെക്കില്ലല്ലോ. അന്നത്തെ കാലത്ത് നമുക്ക് ആ ടെക്നിക്കൽ സൈഡ് പറ്റാത്തതുകൊണ്ട്, നമുക്ക് ടെക്നിക്കലി അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ഉം. ഈ ഷാഡോ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ക്യാമറാമാൻ ഒരുപാട് ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് പരാജയപ്പെട്ടപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു നിഴലിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഉം. അപ്പോൾ എന്നോട് ചിലരിങ്ങനെ